ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യണത് ഒരു രൂപ പോലും മുടക്ക് ഇല്ലാത്ത രണ്ട് ഓർഗനൈസറാണ്. അതിൽ ആദ്യത്തേത് ഒരു പൗച്ചാണ്. അത് നമ്മളുടെ റൈസ് ബാഗ് വെച്ചിട്ട് ഞാൻ ചെയ്യണതാണ്. രണ്ടെണ്ണം നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെ റൈസ് ബാഗ്. ഇതാണ് ഞങ്ങൾ വാങ്ങണ റൈസിൻ്റെ ബ്രാൻഡ്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഏതാണ് റൈസ് എന്നൊക്കെ. ഇതാണ് റൈസ്. ഇതിപ്പോൾ 50 കിലോൻ്റെ റൈസ് ബാഗ് ആയതുകൊണ്ട് കുറച്ച് വലുതാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയ ബാഗ് ആണെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ അതിനകത്തുനിന്ന് ഒരു പീസ് ഞാൻ 13 ഇഞ്ച് ആയിട്ട് എടുത്തതാണ്. 13 അതായത് സെയിം ഒരേ അളവ് സ്ക്വയർ ആയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ എന്തെന്നാ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ആ ഒരു അളവ് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുക. പക്ഷേ സിബ് വേണമെന്നേ ഉള്ളൂ, അതനുസരിച്ച് ലെങ്ത്തുള്ള സിബ്. ഇതിപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട് സിബിന്, ആവശ്യത്തിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സിൽവർ ഭാഗം പുറത്ത് വരുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അത് സിൽവർ ഭാഗം നല്ല സൈഡായിട്ടും ഈ സിബിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് തയ്ക്കുക. റൈറ്റ് സൈഡും ചേർത്ത് വെച്ച് തയ്ക്കുക. പിന്നെ അപ്പുറത്തെ സൈഡ് ഈ ഒരു സിബിൻ്റെ ഈ ഭാഗവുമായിട്ട് ഈ രീതിയിൽ അതൊന്ന് യോജിപ്പിക്കുക. ഉണ്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ സിബ് ഇങ്ങനെ തുന്നുമ്പോൾ തെന്നി പോകട്ടെ. ഇത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കണമുണ്ട്. അപ്പം നിങ്ങളൊന്ന് സിബ് അങ്ങനെ ഇറക്കി വെച്ചിട്ട് വേണം തുന്നാൻ. അപ്പം അത് തെന്നി വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. അഥവാ ഇനി തെന്നിയാലും കുഴപ്പമില്ല, ഈ ഇത് പിൻ ചെയ്തിട്ട് ഒന്ന് തുന്നിയാൽ മതിയാകും. മുട്ട് സൂചി വെച്ചിട്ടേ പിൻ ചെയ്ത് വെച്ചിട്ട് തുന്നിയാൽ തെന്നിപ്പോവില്ല. ഇപ്പം ഞാനങ്ങനെ ഒന്നും വെച്ചില്ല, അതുകൊണ്ട് ഇത്തിരി പിന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പം ഇത് രണ്ട് ആ സിബും റൈസ് ബാഗിൻ്റെ ആ കഷ്ണം കൂടി ഒന്നിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് സിബിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും ചെയ്തില്ലെങ്കിൽ ആകൂല കേട്ടോ. ഇത് സിബ് വലിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറാം. ഞാനിത് കഴിയുമ്പോഴത്തേക്കൊന്ന് കാണിച്ചു തരാം. ഈ രീതിയിൽ ഇതിനെ ആക്കിയെടുക്കുക, നടുക്ക് സിബ് വരുന്ന രീതിയിൽ. അപ്പം ഞാനിത് ബോക്സ് ടൈപ്പ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ സാധാരണ പേഴ്സ് പോലെ കിട്ടും. അപ്പോൾ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് ഇത് രണ്ട് സൈഡും തുന്നിയെടുത്ത് കണ്ട ഇങ്ങനെ രണ്ട് സൈഡും തുന്നി ബാക്കിയുള്ള വശം രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ കോർണറുകൾ എല്ലാ മൂലകളും ഇതുപോലെ 1.5 ഇഞ്ച് നീളം അകത്തേക്ക് ഇങ്ങനെ അളന്നിട്ട് അവിടെ അങ്ങോട്ട് തയ്ച്ച് കളയുക. 4 മൂലയും തയ്ച്ച് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക. കണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ച് കളയുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്ററീസ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. കാരണം നനവൊക്കെയുള്ള സാധനങ്ങൾ നേരത്ത് ഇതിനകത്ത് റൈസ് ബാഗ് ആകുമ്പോൾ പ്ലാസ്റ്റിക് അല്ലേ, കുഴപ്പമില്ലല്ലോ, നനഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അതിനാണ് ഞാനിങ്ങനെ കാണിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോയ്ലറ്ററീസിന് മാത്രമല്ല എല്ലാ സാധനങ്ങളും, പിള്ളേരുടെ വള, പെൺകുട്ടികളുള്ള വീട്ടിൽ കുറേ ആക്സസറീസ് ഉണ്ടാവില്ലേ, അതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഓരോന്നായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കിടന്ന് മിക്സായി ഒന്നും പോകുന്നില്ല. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ചെയ്യാതെ ചെയ്തത്, പക്ഷേ അതിന് ശേഷം ഞാൻ ചെയ്ത് ഇതുണ്ട ഇങ്ങനെ ചേർന്നിരിക്കണം ഉള്ളിലേക്ക്. കണ്ട ഇതിങ്ങനെ ചേർന്നിരിക്കണം, ചേർത്ത് വെച്ചിട്ട് മീതി കൂടി തയ്ച്ച് കളയുക. അപ്പോൾ പിന്നെ നമ്മൾ സിബ് എങ്ങനെ തുറന്നാലും അതിൻ്റെ ഇടയിലൊന്നും കയറില്ല. അപ്പോൾ ഇതിപ്പോൾ തയ്ച്ച് റെഡിയാക്കി എടുത്തതാണ് ഞാൻ. ഇതിനകത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത്. ഇപ്പോൾ ഒരുവിധം ഇത്തിരി വലിപ്പമുണ്ട്. പെൻസിൽ ബോക്സിനെക്കാട്ടിയൊക്കെ വലിപ്പത്തിൽ ഞാൻ തയ്ച്ചേക്കണം. ഇനി പെൻസിൽ ബോക്സ് വേണമെന്നുണ്ടെങ്കിലും ഒരു 13 നീളവും 10 വീതിയുമായിട്ട് ഇത് എടുത്ത് കട്ട് ചെയ്താൽ മതിയാവും. ഇനി രണ്ടാമത് ഞാൻ കാണിക്കുന്നതും മടി പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സിമ്പിൾ മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടത് ഇങ്ങനെ സെയിം ആയിട്ട് അളവുള്ള അടിമോളും ഒരേ അളവിലുള്ള ബോക്സുകളാണ്. അപ്പോൾ ഇത് ഒരു ഷർട്ടിൻ്റെ ബോക്സാണ്. അത് തുല്യമായിട്ട് ഇങ്ങനെ 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുക, ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് ഇപ്പം ചെറിയ ബോക്സ് ഇതുപോലെ തന്നെ അതായാലും മതി, തുല്യമായിരിക്കണമെന്നേ ഉള്ളൂ. മോൾ വശം താഴ്ത്തി, എന്നാലും ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ അതിനകത്ത് ഇരിക്കുമ്പോൾ അത് കറക്റ്റ് സ്യൂട്ടായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ വെച്ച് ഇട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കൊട്ടിച്ച് ഭംഗിയാക്കി എടുക്കാം. അതല്ലെങ്കിൽ ചുറ്റും കുറച്ച് ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് ബലപ്പെടുത്തി എടുക്കാം. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ കുട്ടികളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആക്സസറീസ്, അതൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. നമ്മൾ എല്ലാം കളർന്നു പോകാതെ. അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് മേശപ്പുറത്ത് അത് വെക്കാം, അല്ലെങ്കിൽ ഡ്രസ്സിങ് ടേബിളിൽ വെക്കാം, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കാം. അപ്പോൾ ഇത് പേപ്പറൊക്കെ ഒട്ടിക്കണമെങ്കിൽ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ മടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അതാണ് ഞാനിത് പേപ്പറൊന്നും ഒട്ടിക്കാതൊക്കെ കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മൾക്ക് 1 രൂപ പോലും ചിലവില്ല, എല്ലാം ഭംഗിയായിട്ട് ഒതുങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യും. ഡ്രോയറിൽ വേണമെങ്കിലും ഇതെടുത്ത് വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ. കാരണം ഇതിൽ കൂടുതൽ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഈടാക്കുന്നില്ല. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കണേ ഞാൻ. താങ്ക് യു.